CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തിയിരിക്കുകയാണ്. EN മോഹൻദാസ് RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. SP ആയിരുന്ന സുജിത്ദാസിനെ ഒപ്പം കൂട്ടി മലപ്പുറത്തെ കേസുകളുടെ എണ്ണം കൂട്ടി. മുഖ്യമന്ത്രിക്കായി PR ഏജൻസി അഭിമുഖം വേണോ എന്ന് ചോദിച്ച് ഡൽഹിയിൽ നടക്കുകയായിരുന്നുവെന്നും KM ഷാജി വിമർശിച്ചു. ഈ RSS അജണ്ട മലപ്പുറത്ത് നടപ്പിലാക്കാൻ സുജിത്ദാസ് മാത്രമല്ല, അജിത്ത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ CPM സെക്രട്ടറി, ഇയാൾ വെറും ഒരു സെക്രട്ടറി ആണെന്ന് വിചാരിക്കല്ലേ നിങ്ങൾ? അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, അയാളുടെ വെയർഅബൌട്ട്സ് പരിശോധിച്ചാൽ അറിയാം അയാൾ ആരാണെന്ന്. എത്രമേൽ ഭീകരമായ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന പിണറായിയുടെ കൈക്കാരനാണ് ഇയാളെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻദാസിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി, അങ്ങ് വായിച്ച കണക്കിൽ മലപ്പുറം ഇന്ത്യയിലെ നമ്പർ 1 ക്രിമിനൽ ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങ് പറഞ്ഞരുതരുത്. പക്ഷെ ഈ കണക്കാരാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്? അങ്ങയുടെ സുജിത്തല്ലേ? RSSനെ ഈ നാടിനെ കൂട്ടിക്കൊടുക്കുന്ന അജിത്തല്ലേ? RSSകാരന് വിടുപണിയെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മോഹൻദാസ് അല്ലേ? RSSകാരന് മകളെ കൂട്ടിപ്പിടിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി RSSന് രാജ്യത്തെ ഒറ്റുകൊടുത്ത പിണറായി അല്ലേ? അതും പോരാഞ്ഞ് ആശാരിച്ചിനെയും കടിച്ചിട്ട് പിന്നെയും മുമ്പോട്ടാൻ എന്താണ്, ഒരു ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിനെ വിളിക്കുകയാണ്. ആര്? മുഖ്യമന്ത്രിയുടെ, കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഏത് കേരള മുഖ്യമന്ത്രി ചങ്ങായി? കേരളത്തിന്റെ പുറത്ത് 10 റുപ്യന്റെ വില ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ പത്രത്തില് എന്തിനാണോ ഒരു ഇന്റർവ്യൂ? അവർക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. എന്നിട്ട് അയാള് തന്നെ ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കുക. അതെങ്ങനെയാണ്? PR തലയിൽ ചോദിക്കാണ്, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വരുന്നവരെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച മാതിരി പോയിട്ട് ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ വേണോ അങ്ങോട്ട് പോയിട്ട് ഈ PR അവര് പോയിട്ട് ഇന്റർവ്യൂ വേണോ എന്ന് ചോദിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുക. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, നേരത്തെ മലപ്പുറം ജില്ലാ CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ PV അൻവർ ഉന്നയിച്ച സമാനമായ ആരോപണങ്ങളാണ് ഇപ്പോൾ KM ഷാജിയും ഉന്നയിക്കുന്നത്. കാരണം RSS ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട്. സ്വാഭാവികമായും അൻവറിന്റെ ആരോപണം ലീഗ് ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കാണേണ്ടതുണ്ടോ? ജിൽസി, PV അൻവർ MLA നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് KM ഷാജി ആവർത്തിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ KM ഷാജി തന്നെ ഈ അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കി UDFനോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് PV അൻവറുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അത് KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അഭിപ്രായമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നേരത്തെ PV അൻവർ പറഞ്ഞ അതേ കാര്യങ്ങളാണ് KM ഷാജിയും പറയുന്നത്. RSS അജണ്ട നടപ്പിലാക്കാൻ CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ EN മോഹൻദാസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ സുജിത്ദാസിനൊപ്പം ഈ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറത്തെ ദേശീയ തലത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ IPCക്ക് പകരം ഈ ഭാരതീയ ന്യായ് സംഹിത വന്ന സമയത്ത് ആദ്യ കേസ് കൊണ്ടോട്ടിയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇതും ഇത്തരത്തിലുള്ള സുജിത്ദാസ് അടക്കമുള്ള ആളുകളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിന് പുറത്ത് ഈ പിണറായി വിജയന് വലിയ പ്രസക്തി ഇല്ല എന്നും അദ്ദേഹം അങ്ങോട്ട് സമീപിച്ച് PR ഏജൻസികളെ ബന്ധപ്പെട്ട് അങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്തത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ KM ഷാജി പ്രധാനമായും പറയുന്നത്.